ജീവിതത്തിൽ നമ്മൾ പലതും നേടിയിട്ടുണ്ടാവും. പക്ഷെ ചില രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ചെയ്ത ചില തെറ്റുകൾക്ക് ഇനി എന്താണ് പരിഹാരം? കഴിഞ്ഞു പോയ കാലത്തെ എങ്ങനെ തിരുത്തും? അള്ളാഹു എന്നോട് പൊറുക്കുമോ? നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എപ്പോഴും പ്രശ്നങ്ങളല്ല, ചിലപ്പോൾ നമ്മുടെ സ്വന്തം തെറ്റുകളാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഞാൻ തെറ്റ് ചെയ്തു, ഇനി എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് ചിന്തിച്ച് കുറ്റബോധത്തിൽ തന്നെ ജീവിക്കുക. മറ്റൊന്ന്, അതെ ഞാൻ തെറ്റ് ചെയ്തു, പക്ഷേ എൻ്റെ റബ്ബിലേക്ക് എനിക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിയുക. ഇവിടെയാണ് ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാകുന്നത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. ഇതൊരു സാധാരണ ദുആ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. നാം ആദ്യം പറയുന്നത് അല്ലാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയാലും എൻ്റെ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ല. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. എൻ്റെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, എൻ്റെ പാപങ്ങൾ കൂടുതലായിരിക്കാം, എൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ടായിരിക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. ഖലഖതനി വ അന അബ്ദുക്, നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിൻ്റെ അടിമയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇതാണ്. ഞാൻ ആരുടെയെങ്കിലും പരാജയം മാത്രമല്ല, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ്. അബൂഉ ലക ബിനിഅമതിക അലൈ, എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് ലഭിച്ച എത്ര അനുഗ്രഹങ്ങളാണ് നാം ദിവസവും മറന്നു പോകുന്നത്. ശ്വാസം, ആരോഗ്യം, കുടുംബം, മക്കൾ, ഭക്ഷണം, ഈമാൻ, നമസ്കരിക്കാനുള്ള ആരോഗ്യം, അതിനുള്ള അവസരങ്ങൾ, ഇതൊക്കെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. വ അബൂഉ ലക ബിദംബി, എൻ്റെ പാപവും ഞാൻ അംഗീകരിക്കുന്നു. ഇതാണ് ഏറ്റവും ജീവിതത്തിലെ വലിയ ധൈര്യം, തെറ്റ് സമ്മതിക്കാൻ കഴിയുക. മറ്റുള്ളവരോട് അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വന്തം തെറ്റ് സമ്മതിക്കുക. യാ അല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ദുർബലനായി, ഞാൻ വീണുപോയി, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണമേ. എത്ര ലളിതമായ വാക്കുകൾ. എനിക്ക് നീ രക്ഷയില്ല എന്ന് പറയുന്നതിന് പകരം എൻ്റെ റബ്ബേ എന്നോട് പൊറുക്കണമേ എന്ന് പറയുക. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. അതുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് നമ്മളാരും നിരാശരാകരുത്, ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കരുത്. പക്ഷേ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് നിരാശപ്പെടുകയും ചെയ്യരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത ചില വേദനകൾ ഉണ്ടായിരിക്കാം, ആരും അറിയാത്ത ചില തെറ്റുകൾ ഉണ്ടായിരിക്കാം, ആരും അറിയാത്ത ചില കണ്ണുനീരുണ്ടായിരിക്കാം. പക്ഷേ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് തുറന്നു പറയൂ, യാ അല്ലാഹ്, ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലുക. ഒരു പക്ഷേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ സമാധാനം ഒരു ദുആയുടെ വാക്കുകളിൽ അള്ളാഹു നമുക്ക് നൽകുകയായിരിക്കും. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണമേ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.